വിശുദ്ധ വീതിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. സ്വർഗപിതാവിന്റെ കരങ്ങളിൽ നിന്ന് വിശുദ്ധിയോടെ കുഞ്ഞുങ്ങളെ സ്വീകരിച്ച് സ്വർഗത്തെ ലക്ഷ്യമാക്കി ജീവിതം നയിക്കുവാൻ കുടുംബങ്ങളെ സഹായിക്കുക, ഇതാണ് ഏഞ്ചൽസ് ആർമിയുടെ ലക്ഷ്യം. സ്വർഗത്തിൽ നിന്നും സ്വർഗത്തിലേക്ക് മധുരമൊഴിക്ക് ശേഷം ഏഞ്ചൽസ് ആർമി വീണ്ടും നിങ്ങൾക്കായി ഇവിടെ ഒരുക്കുന്നു വിശുദ്ധ വീതി, A family's journey to holiness. ദൈവത്തെ എങ്ങനെ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കാം, ഇതാണ് ഇന്ന് നമ്മൾ എടുത്തിരിക്കുന്ന ചർച്ചാ വിഷയം. ശരിക്കും ഒരു കുഞ്ഞിലെ തൊട്ട് നമുക്ക് ദൈവത്തെ പരിചയപ്പെടുത്തി കൊടുക്കേണ്ടതായിട്ട് ആവശ്യകതയുണ്ട്. എങ്കിൽ മാത്രമേ വലുതായി കഴിഞ്ഞാൽ കുഞ്ഞിൻ്റെ വിശ്വാസത്തിൻ്റെ ഒരു അടിത്തറയൊക്കെ നമുക്ക് ഒന്ന് ഇട്ടുകൊടുക്കാൻ പറ്റുള്ളൂ. ശരിക്കും ആ ഒരു ഫോർമേഷൻ റൈറ്റ് ഫ്രം ചൈൽഡ്ഹുഡ് നമുക്ക് കൊടുക്കേണ്ടതാണ്. അതിൻ്റെ ഏറ്റവും കൂടുതൽ റെസ്പോൺസിബിലിറ്റി പേരൻസിനാണുള്ളത്. എങ്ങനെയാണ് ഈ ഒരു രീതിയിൽ കൊച്ചിനെ വളർത്തിക്കൊണ്ട് വരാൻ പറ്റുക എന്ന് നമുക്ക് ചോദിച്ചറിയാനായിട്ട് ഇന്ന് നമുക്ക് എത്തിയിരിക്കുന്നത് രണ്ട് പേരാണ്. ജസ്റ്റിൻ ചേട്ടനും ടിറ്റി ചേച്ചിയാണ്. ട്രിവാൻഡ്രത്ത് നിന്നാണ് അവർ വന്നിരിക്കുന്നത്. നമുക്ക് അവരിലേക്ക് ചോദിക്കാം. ജസ്റ്റിൻ ചേട്ടാ, ശരിക്കും ഈ ഒരു വിഷയം നിങ്ങളുടെ ലൈഫിൽ എങ്ങനെയാണ് നിങ്ങൾ ശരിക്കും പ്രാക്ടീസ് ചെയ്തത്? ശരിക്കും മക്കളിലേക്ക് ദൈവത്തിനെ പകർന്നു കൊടുക്കാനായിട്ട് നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്തേക്കുന്നത്? ഞങ്ങളുടെ അടുത്തൊന്ന് ഷെയർ ചെയ്യാമോ? ഷുവർ. എന്നെ ചെറുപ്പം മുതലേ എൻ്റെ ഡാഡി പഠിപ്പിച്ചിരുന്ന, എൻ്റെ ഒപ്പം ഇരുന്ന് ബൈബിള് വായിക്കാൻ എനിക്ക് എൻകറേജ് ചെയ്യാമായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ എൻ്റെ മൂത്ത കൊച്ചിനെ കഴിഞ്ഞ കൊല്ലം തൊട്ടേ, അവൾ ഇപ്പോൾ 3ാം ക്ലാസ്സിലാണ്. അപ്പോൾ 2ാം ക്ലാസ് തൊട്ടേ ഞങ്ങൾ അവൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ബെഡ് ടൈം ബൈബിൾ സ്റ്റോറി ബുക്ക് വായിപ്പിക്കാറുണ്ട്. പിന്നെ എപ്പോഴും പള്ളിയിൽ പോകുമ്പോൾ എപ്പോഴും എല്ലാവരുമായി കൊണ്ടുപോകും. ഇപ്പം ചെറിയ കുട്ടികളാണെങ്കിൽ സൗണ്ട് ഉണ്ടാക്കും അങ്ങനെ ഒരു ടെൻഷൻ നമുക്കുണ്ടാകുമ്പോൾ പലപ്പോഴും കുട്ടികളെ പള്ളിയിലോട്ട് കൊണ്ടുപോകാൻ തോന്നാറില്ല. പക്ഷെ ഞങ്ങൾ എപ്പോഴും പറ്റാവുന്നതും അവരെ എപ്പോഴും കൊണ്ടുപോകാൻ നോക്കും. അപ്പോൾ അതുകൊണ്ട് അവർക്ക് പള്ളിയിൽ പോകുമ്പോൾ ഏറ്റവും മുമ്പേ പോയിരിക്കാൻ അവർക്കൊരു വിഷമമില്ല. പള്ളിയിൽ പോകുന്നത് അവർക്കൊരു ബുദ്ധിമുട്ടല്ല. ജീവിതത്തിൻ്റെ ഒരു പാർട്ടായിട്ട് അവർക്കൊരു മാറിക്കഴിഞ്ഞു. അപ്പോൾ ഒരു ദിവസം പള്ളിയിൽ പോയില്ലെങ്കിൽ അവർ ചോദിക്കും, ഇതെന്താ വന്ന് പള്ളിയിൽ പോവാഞ്ഞേ, ഇന്നെന്താ പള്ളിയിൽ പോവാഞ്ഞേ. ഇപ്പം ചിലപ്പോൾ ഞങ്ങൾ പ്രത്യേകിച്ച് പ്രഗ്നൻസി ഒക്കെ ആണെങ്കിൽ ഇവള് ചെറിയ കുട്ടിയായിരിക്കും, ഇവള് കുറച്ചും കൂടെ ചെറുതായിരുന്നു. അതുപോലെ തന്നെ ബാക്കിയുള്ള കുട്ടികളപ്പോൾ ഇവരെടുക്കാനുള്ള ബുദ്ധിമുട്ടിൽ മൂത്ത കുട്ടികളെ വീട്ടിൽ കിടത്തിയിട്ട് ഇവളെയും അവളെ കിടത്തിയിട്ട് ചിലപ്പോൾ പോകാറുണ്ട്. അപ്പം അങ്ങനെ വന്നൊരു സാഹചര്യത്തിൽ എന്തുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ പള്ളിയിൽ പോയിട്ട് ഞങ്ങൾ തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ ഇവർ എഴുന്നേപ്പിച്ച് കഴിഞ്ഞപ്പോൾ, അമ്മ പള്ളിയിൽ പോയോ? ആ പള്ളിയിൽ പോയി. അപ്പോൾ എന്നെ കൊണ്ടുപോകാൻ, ഞാൻ എന്നെ വിളിക്കണം, മിണ്ടില്ലേ, പള്ളിയിൽ കൊണ്ടുപോകാത്തതുകൊണ്ട് എന്നെ മിണ്ടില്ല. ഈവൻ ദോ അവൾ പള്ളിയിൽ വന്ന് ഉറങ്ങുകയാണെങ്കിൽ കൂടിയും പള്ളിയിൽ പോകണം എന്നൊരു കാര്യം ഇൻബിൽട്ടായിട്ട് അവളിലോട്ട് പകർന്നു കിട്ടിയിട്ടുണ്ട്. അപ്പം ചില സമയങ്ങളിൽ രാവിലെ പള്ളിയിൽ പോകാനായിട്ട് ഇവരും ഒരു ഇൻസ്പിറേഷൻ ആകാറുണ്ട്. ഇപ്പം ഞങ്ങൾ കുറച്ച് നാളായിട്ട് പള്ളിയിൽ പോകാൻ പറ്റുന്നില്ല, പക്ഷേ എങ്കിലും അവർക്ക് പള്ളിയിൽ പോകണം എന്നൊരു കാര്യം അവരിലേക്ക് അറിയാതെ, ഇപ്പോൾ പള്ളിയിൽ പോകാൻ വലിയ ഇൻട്രസ്റ്റ് ഇല്ലെങ്കിലും പള്ളിയിൽ പോകണം എന്നൊരു കാര്യം അവർക്ക് ഓട്ടോമാറ്റിക്കലി അത് കടന്നു വന്നിട്ടുണ്ട്. അവരുടെ ജീവിതത്തിൻ്റെ ഒരു പാർട്ടാണ് പള്ളിയിൽ പോവുക എന്നുള്ളൊരു കാര്യം, പ്രാർത്ഥിക്കുക എന്നുള്ളൊരു കാര്യം ജീവിതത്തിൻ്റെ ഒരു പാർട്ടായിട്ട് അവർക്ക് മാറ്റിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ശരിക്കും ഇവര് ഓരോ കൊച്ചുങ്ങളും ആ ഒരു ഇഷ്ടം, ദൈവത്തോടുള്ള സ്നേഹവും ഇഷ്ടവും പള്ളിയിൽ പോകാനൊക്കെ ഉള്ള ഒരു ഇഷ്ടമൊക്കെ കാണിക്കുന്നത് എൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ഇതുപോലെ ചെറുപ്പത്തിലെ തന്നെ പേരൻസ് ഇങ്ങനെ അവരെ ആ ഒരു സ്നേഹത്തില് പുഷ് ചെയ്ത് ഇങ്ങനെ കൊണ്ടുപോകുന്നതുകൊണ്ടാന്ന് എനിക്ക് തോന്നുന്നു. അതിന്റെ ഇമ്പോർട്ടൻസ് അതിനുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കൂടെ എനിക്ക് ചേട്ടൻ പറഞ്ഞ ഇലിസ്ട്രേറ്റഡ് ബൈബിള്, കിഡ്സ് ബൈബിളുടെ ഇതും എനിക്ക് ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ട് തോന്നി. ശരിക്കും മക്കളുടെ അടുത്തേക്ക് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് എത്തിക്കാൻ പറ്റുന്ന, ശരിക്കും ബിബ്ലിക്കൽ സ്റ്റോറീസ് എത്തിക്കാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് മീഡിയം ആണെന്ന് തോന്നുന്നു അല്ലേ? ബൈബിള് നേരെ ഡയറക്റ്റ് വായിക്കുമ്പോൾ അവർക്ക് പല കാര്യങ്ങളും മനസ്സിലാവണമെന്നില്ല. നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു പ്രായത്തിലല്ല. ഇപ്പോൾ എൻ്റെ മൂത്ത കൊച്ചിന് ഇപ്പോൾ 9 വയസ്സേ ആവുന്നുള്ളൂ. അപ്പം ഇങ്ങനത്തെ സ്റ്റോറി ബുക്സ് വളരെ എളുപ്പത്തിൽ അവർക്ക് പറഞ്ഞു കൊടുക്കാനും അവരുടെ അണ്ടർസ്റ്റാൻഡിങ്ങിലുള്ള രീതിയിലാണ് ആ ബുക്സ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ അതനുസരിച്ച് പഠിപ്പിക്കാൻ പറ്റും. പിന്നെ അത് മാത്രമല്ല, ഞങ്ങൾ വീട്ടിലിപ്പോൾ കേബിൾ കണക്ഷൻ ഇല്ല. അപ്പോൾ ടി വിയിൽ കാണിച്ചു കൊടുക്കുന്നത് യൂട്യൂബിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് സെയിൻസിൻ്റെ അങ്ങനത്തെ വീഡിയോസ്. അപ്പോൾ നമുക്കൊരു കൺട്രോളുണ്ട് അവരെന്താ കാണുന്നതെന്ന്. ആൻഡ് അവർക്ക് അത്യാവശ്യമുള്ള നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ മാത്രം അവർക്ക് കാണിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ട് അവർക്ക് പല സയൻസിനെ കുറിച്ച് ഇപ്പോൾ അറിയും. കുഞ്ഞിലേ തന്നെ അവർക്ക് ആ ഒരു ഇല്ലേ കൊടുക്കുന്നത്. ശരിക്കും ഒരു അമ്മയ്ക്ക് ഒരു ഇമ്പോർട്ടൻ്റ് റോൾ, ഏറ്റവും കൂടുതൽ അമ്മയായിരിക്കും കൊച്ചുങ്ങളായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുക വീട്ടിൽ.
അപ്പോൾ ഒരു അമ്മ എന്ന രീതിയിൽ ചേച്ചി എങ്ങനെയാണ് മക്കളെ ഇങ്ങനെയൊക്കെ രീതിയിൽ വളർന്നു വരാൻ പരിശീലിപ്പിച്ചിരിക്കുന്നതെന്ന് പറയാമോ? ഞാൻ അമ്മ എന്ന നിലയിൽ ഞാൻ ഏറ്റവും ചെയ്തിരിക്കുന്ന ഒരു കാര്യം, എന്ത് കാര്യം ജീവിതത്തിൽ സംഭവിച്ചാലും ചെറിയ കാര്യമാണെങ്കിലും അവിടെ ഈശോയെ കൊടുക്കാനായിട്ട് എന്തെങ്കിലും പഴുതുണ്ടോ എന്ന് നോക്കും. അപ്പോൾ ഞാൻ ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എന്തെങ്കിലും അവർക്കൊരു ആഗ്രഹം വന്നു, ഒരു സാധനം വാങ്ങിക്കണം, അവർ അമ്മ ഈ സാധനം വാങ്ങിച്ചു തരുമോ, അമ്മ ഇതെനിക്ക് ഇഷ്ടമാണ്, എനിക്ക് വാങ്ങിച്ചു തരുമോ എന്ന് ഞാൻ ചോദിച്ചാൽ അപ്പോൾ ഞാൻ പറയും നിങ്ങൾ ഈശോയോട് പ്രാർത്ഥിച്ചോ, നിങ്ങൾക്കത് കിട്ടുമെന്ന് പറയും. അപ്പോൾ മോസ്റ്റ് ഓഫ് ദ ടൈം അവർ എപ്പോഴൊക്കെ അങ്ങനെ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടോ ആ സമയത്തെല്ലാം അവർക്ക് ആ ഒരു സാധനം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ സാധനം കിട്ടിക്കഴിയുമ്പോൾ ഞാൻ ഉടനെ തന്നെ അവരുടെ അടുത്ത് പറയും, കണ്ടോ ഇപ്പോൾ പ്രാർത്ഥിച്ചപ്പം ഈശോ അത് കൊണ്ടുവന്നു. അപ്പോൾ ഈശോയ്ക്ക് എല്ലാം സാധ്യമാണ്. അപ്പോൾ അവർക്ക് ഒത്തിരി ഡൗട്ട് വരും, അപ്പോൾ എങ്ങനെയാണ് അമ്മ മഴ പെയ്യുന്നത്, എങ്ങനെ ഇത്. അപ്പോൾ ഓരോ കാര്യം വരുമ്പോഴും എല്ലാത്തിൻ്റെയും കൺട്രോൾ ദൈവത്തിൻ്റെ കൈകളിലാണ്. ഇപ്പം ജീവിതത്തിൽ നമ്മൾ ഓരോ ദിവസവും സ്കൂളിലോട്ട് പോണ സമയത്ത് ഇപ്പോഴത്തെ ജസ്റ്റിൻ്റെ ഒരു ഷിഫ്റ്റ് അനുസരിച്ചിട്ട് ജസ്റ്റിൻ രാവിലെ ജോലിക്ക് പോകും, ഏർലി മോർണിംഗ് ജസ്റ്റിന്. അപ്പം ഞാനാണ് കുട്ടികളെ ഹാൻഡിൽ ചെയ്ത് സ്കൂളിലേക്ക് വിടുന്നതെല്ലാം ഞാൻ തന്നെയാണ്. അപ്പോൾ ആ സമയത്ത് ഓരോ ദിവസവും ഞാൻ പറയും, എൻ്റെ കഴിവ് കൊണ്ടല്ല ഇന്നത്തെ ദിവസം നിങ്ങൾ സ്കൂളിൽ പോകാൻ പോകുന്നത്, എൻ്റെ കഴിവുകൊണ്ട് എനിക്ക് സ്കൂളിൽ പോകാൻ പറ്റില്ല. ഇപ്പം ജസ്റ്റിന് ഓഫീസിൽ പോകുന്ന ആ സമയത്ത് 6:30 മുതൽ 6:30 ഞാൻ എഴുന്നേക്കത്തുള്ളൂ. 6:30 ഞാൻ എഴുന്നേറ്റ്, എന്നിട്ട് 8:30 ഇവർ സ്കൂളിലേക്ക് വിടണം. അപ്പോൾ ആ സമയത്തിൻ്റെ ഉള്ളിൽ എല്ലാ കാര്യവും ഞാൻ പറയും, സ്വർഗമേ നിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ എനിക്കത് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ഞാൻ ചെയ്തപ്പോൾ എല്ലാ ദിവസവും 8:30 ആകുമ്പോഴേക്കും ഇവർ റെഡി ആയിട്ടുണ്ടാകും. ഓരോ കാര്യങ്ങളും കർത്താവ് ക്രമീകരിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഞാൻ പറയും, കണ്ടോ ഇന്നത്തെ ദിവസം എല്ലാം ഈശോ ക്രമീകരിച്ചു, അപ്പോൾ ദൈവത്തിന് സ്തുതി. അപ്പം അങ്ങനെ ഒരു ശീലം അവരിലോട്ട് അറിയാണ്ട് തന്നെ ദൈവത്തിന് സ്തുതി പറയാനായിട്ട് ഇന്നിങ്ങനെ നടന്നു, ഇപ്പോൾ മഴ പെയ്യാൻ പോവാണ്, ഓക്കെ കുഴപ്പമില്ല മക്കളെ മഴ പെയ്തോട്ടെ, നല്ലതാണ്, ദൈവത്തിന് സ്തുതി പറയാം, ദൈവം അറിയാണ്ട് ഒന്നും നടക്കത്തില്ല. അപ്പം അങ്ങനെ ദൈവം അറിയാണ്ട് ഒന്നും എൻ്റെ ജീവിതത്തിൽ നടക്കത്തില്ല എന്നൊരു ബോധ്യം ഇൻബിൽട്ടായിട്ട് അവരിലേക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഓരോ പേടി ഭയം, ഇപ്പോൾ ഇരുട്ട് വരുമ്പോൾ രാത്രി വരുമ്പോൾ അവരെല്ലാം ഒറ്റയ്ക്കാണ് കിടക്കുന്നത്, 4 പേരും ഒറ്റയ്ക്കാണ് ഒരുമിച്ചാണ് കിടന്നുറങ്ങുന്നത്. അപ്പോൾ ഉറങ്ങുന്ന സമയത്ത് അവർക്ക് പേടി വരാണ്. അപ്പോൾ എല്ലാ ദിവസവും അവരെ കൊണ്ട് ഞാൻ പ്രാർത്ഥനകളെല്ലാം ചെല്ലിപ്പിച്ചിട്ടാണ് കിടക്കുക. അപ്പോൾ പേടി വരുമ്പോൾ അവരോട് ഞാൻ പറയും, പേടിക്കേണ്ട, ഈശോ കൂടെയുണ്ട്, ഈശോ കൂടെയില്ല അപ്പോൾ ഒന്നും സംഭവിക്കത്തില്ല. അപ്പോൾ ഉറക്കത്തിൽ എഴുന്നേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ സ്വപ്നം കണ്ടങ്ങനെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഉടനെ ഇരുന്നിട്ട് കൈകൂപ്പി പിടിച്ചിട്ട് ഞാനിവരെ സംരക്ഷണ പ്രാർത്ഥന പഠിപ്പിച്ചിട്ടുണ്ട്, അത് ഉറക്കം ഇരുന്ന് ചെല്ലിയിട്ട് അതേപോലെ കിടന്നുറങ്ങും, എന്നെ വിളിക്കും കൂടിയില്ല. അപ്പോൾ അതൊക്കെ എനിക്ക് മനസ്സിലാക്കിയിരിക്കുന്നത് ചെറുപ്പത്തിലെ അവർ കേട്ട് പരിചയിച്ചുകൊണ്ട് അവർക്കതൊരു ഒരു അഷ്വറൻസ് ആയി, അവരുടെ എന്താ ചെയ്യേണ്ടതെന്ന് ഓട്ടോമാറ്റിക്കലി അവർക്ക് അഷ്വറൻസ് ആയി കിട്ടി. അതൊരു അതേസമയം എല്ലാവരും പെർഫെക്റ്റ് ഒന്നുമല്ല, എല്ലാ കാര്യത്തിലും പെർഫെക്റ്റ് ഒന്നുമില്ല, പക്ഷേ അവരായിരിക്കുന്ന അവസ്ഥയിൽ അവർ ഈശോയെ കണ്ടെത്താൻ, ഈശോ ഉണ്ട്, അവർ ഈശോ സ്വീകരിക്കുന്നുണ്ട്, സ്നേഹിക്കുന്നുണ്ടെന്നൊരു ബോധ്യം അവർക്ക് കിട്ടിയിട്ടുണ്ട്. അതെ, എനിക്ക് തോന്നുന്നു പേരൻസ് അവരുടെ ലൈഫ് സ്റ്റൈല് കാണും ഡെഫിനറ്റ്ലി പിള്ളേര് ഓരോ നിമിഷവും ദൈവത്തിനെ കൊടുത്തോണ്ട്. അങ്ങനെ കണ്ടുവരുമ്പോ ഡെഫിനറ്റ്ലി ഒരു കൊച്ച് ഓക്കെ എൻ്റെ അപ്പയും അമ്മയും ഇങ്ങനെയാണ് ദൈവത്തെ സ്തുതിക്കുന്നത്, ഇങ്ങനെയാണ് ദൈവത്തിനെ കാണുന്നത്, ഇങ്ങനെയാണ് ദൈവത്തെ റെസ്പെക്ട് ചെയ്യുന്നതെന്നൊക്കെ കാണുമ്പോൾ ഡെഫിനറ്റ്ലി അത് കൊച്ചിൻ്റെ ഉള്ളിൽ ഓട്ടോമാറ്റിക്കലി ഫീഡ് ആകും. പിന്നെ നമ്മൾ കൊടുക്കുന്ന ഒരു ഇൻപുട്ട് അത് മാത്രം മതി ബാക്കി കംപ്ലീറ്റ് ആകാനായിട്ട്. സോ ശരിക്കും ഇവരുടെ ഒരു എക്സ്പീരിയൻസ്, ഇവരുടെ ഫാമിലിയിൽ നടക്കുന്ന സംഭവങ്ങൾ, കാര്യങ്ങൾ തീർച്ചയായിട്ടും ഇവരുടെ മക്കളെ പരിശീലിപ്പിച്ചതൊക്കെ നമുക്ക് എടുക്കാവുന്നതാണ്. ഇതിൽ കൂടുതൽ കുറച്ചും കൂടെ ഒരു ആഴത്തിൽ ഇതിൻ്റെ ഒരു വേറൊരു ആംഗിൾ കൂടെ അറിയാനായിട്ട് അവിടെ ഒരു ഗസ്റ്റ് ടോജൻ ചേട്ടനും മീനു ചേച്ചി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് അവരിലേക്ക് കടക്കാം. സോ ഓവർ ടു യു ടോജൻ ആൻഡ് മീനു. ഹായ് ടോജൻ. ഹായ് മീനു. ഹായ് മനു. ഹായ് അൽറിയ. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് സിബി ചേച്ചിയാണ്. ചേച്ചിയുടെ ഫാമിലി ദുബായിൽ സെറ്റിൽഡ് ആണ്. ചേട്ടൻ്റെ പേര് ഡെയ്സൺ. 3 മക്കളാണ്. ഓക്കെ, അപ്പോൾ ചേച്ചി വെൽക്കം. പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ചേച്ചി, ഞാൻ നേരെ ചോദ്യത്തിലേക്ക് കിടക്കാം. ഇന്നത്തെ വിഷയം എന്ന് പറഞ്ഞാൽ കുഞ്ഞ് കുട്ടികൾ എന്ന് വെച്ചാൽ സ്കൂളിൽ പോകുന്നതിന് മുമ്പുള്ള കാലഘട്ടം. ആ ഒരു സമയത്ത് മാതാപിതാക്കൾക്ക് എങ്ങനെയാണ് ഈശോയെ പറ്റി ആ കുഞ്ഞു മക്കളുടെ ഹൃദയത്തിലേക്ക് ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കാൻ പറ്റുക എങ്ങനെയാണ്? ഈ ഒരു സമയം എനിക്ക് ഓർമ്മ വരുന്ന ഒരു ദൈവവചനം ഇതാണ്. മലാക്കി പ്രവാചകന്റെ പുസ്തകത്തിൽ ദൈവഭക്തരായ സന്താനങ്ങളെ അല്ലാതെ ദൈവം നിങ്ങളിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കുന്നത്? ഇത് പലപ്പോഴും എന്നോട് തന്നെ ഞാൻ പലവട്ടം ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഇതാണ്. എന്താണ് ഒരു അമ്മ എന്ന നിലയിൽ, 3 കുട്ടികളുടെ മക്കൾ എന്ന അമ്മ എന്ന നിലയിൽ ഞാൻ എന്താണ് ഈശോയെ പകർന്നു കൊടുക്കാനായിട്ട് ഞാൻ എന്തൊക്കെ ചെയ്തു? തമ്പുരാൻ്റെ മുൻപിൽ തീർച്ചയായും അതെനിക്ക് കണക്ക് കൊടുക്കേണ്ടി വരും.
എൻ്റെ അഞ്ജലീനെ ഞാൻ ഈശോയ്ക്ക് എത്രമാത്രം പകർന്നു കൊടുത്തു, എൻ്റെ അൽഫോൺസ് മോനെ എത്രമാത്രം പകർന്നു കൊടുത്തു, ജീനമുത്തിനെ എത്രമാത്രം ഈശോയെ ഞാൻ പകർന്നു കൊടുത്തു എന്നുള്ളത്. അപ്പം അതെൻ്റെ ഒരു ഏറ്റവും ഉത്തരവാദിത്തമാണ്. നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, ഓക്കെ 4ാം ക്ലാസ്സൊക്കെ ആവട്ടെ, കുർബാന സ്വീകരണമൊക്കെ ആവട്ടെ, ആ ഒരു സമയത്ത് ഈശോയെ കൊടുത്താൽ മതി, ഇനിയും കാലഘട്ടം ഉണ്ടല്ലോ. പക്ഷേ അതങ്ങനെയൊന്നുമല്ല. നമ്മൾ സ്കൂളിൽ പോകുന്നതിന് മുൻപുള്ള ആ ഒരു കാലഘട്ടത്തിൽ കുഞ്ഞുമക്കൾ എപ്പോഴും നമ്മുടെ കൂടെയുണ്ട്. അതെ, ഫുള്ളായിട്ടും നമ്മൾ ജോലി ചെയ്യുമ്പോഴായാലും നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴായാലും എപ്പോഴും നമ്മുടെ കൂടെയുണ്ട്. അപ്പം ഒരു അമ്മ എന്നുള്ള നിലയിൽ അപ്പനേക്കാൾ ഉപരിയായിട്ട് നമുക്ക് പല രീതികളുണ്ട് ഈശോയെ കൊടുക്കാനായിട്ട്. അപ്പം ഈ ഒരു കാലഘട്ടം തന്നെയാണ്, ഈ ഒരു ചെറുപ്പ കാലഘട്ടം തന്നെയാണ് നമുക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു കാലഘട്ടം. ഈ ഒരു ചെറുപ്പകാലത്തിൽ നമ്മൾ വിത്തിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അതൊരു നൂറുമേനിയും ഒക്കെ ഫലം പുറപ്പെടുവിക്കും. അത് അവരുടെ ഭാവി ജീവിതത്തിലൊക്കെ അവർ ഓർത്തിരിക്കാനും ഈശോയെ പങ്കുവയ്ക്കാനും അവരുടെ ജീവിതത്തിൽ ഈശോയെ ഒരു കൂട്ടുകാരനായിട്ട് കൂടെ കൊണ്ടു നടക്കാനൊക്കെ ഈ ഒരു കുഞ്ഞു കുഞ്ഞ് പൊടിക്കൈകളൊക്കെ അവർക്ക് തീർച്ചയായും അത് ഉപകരിക്കും. അത് അപ്പം എന്താണ് ചേച്ചി ആ ഒരു പൊടിക്കൈകൾ? 3 കുട്ടികളും ചെറിയ കുട്ടികളാണ്. അപ്പം രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ആദ്യം ചെയ്യുന്നത് അവർ ഈശോയുടെ രൂപത്തിൻ്റെ മുൻപിൽ വന്ന് നിന്നുകൊണ്ട് ഈശോയുടെ മുഖത്ത് നോക്കി ചിരിച്ച് ഗുഡ് മോർണിംഗ് ജീസസ് പറയുക, എന്നിട്ട് കുരിശ് വരയ്ക്കുക. അത് ചിലപ്പോൾ അവർ കുഞ്ഞുമോളൊക്കെ ചിലപ്പോൾ ഉറങ്ങായിരിക്കും, എന്നാലും തട്ടി വിളിച്ച് ഈശോ നോക്കണു, ഈശോ നോക്കി ചിരിക്കുന്നുണ്ട്, മോളെ നോക്കി ചിരിക്കുന്നുണ്ട്, അപ്പോഴൊന്ന് കണ്ണു തുറന്ന് നോക്കും, എന്നിട്ട് ജസ്റ്റ് ഒന്നുകൂടി കിടക്കും. എന്നാലും അത് ഗുഡ് മോർണിംഗ് ജീസസ് പറയാം. അതുപോലെ ഉറങ്ങുന്നതിന് മുൻപ് ഗുഡ് നൈറ്റ് ജീസസ് പറയാം. അപ്പം ഈശോയാണ് എന്നെ തട്ടി വിളിച്ചത്, എൻ്റെ കൂടെ രാത്രി കിടന്നുറങ്ങുന്നതും ഈശോയുടെ കൂടെയാണ് ഞാൻ കിടന്നുറങ്ങുന്നത് എന്നുള്ളൊരു വലിയൊരു ബോധ്യം കുഞ്ഞുമക്കൾക്ക് കൊടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവർ വചനം പഠിക്കാനായിട്ട് ഇപ്പം പലപ്പോഴും നമ്മൾ ബൈബിൾ വായിക്കുമ്പോഴൊന്നും ഇവർ ശ്രദ്ധിക്കില്ല. അങ്ങനത്തെ ഒരു ഇതാണ്, ഏജാണ് അവരുടെ. പിടിച്ചാല് ശ്രദ്ധിക്കാറില്ല. അതെ, ഇത് ഒന്ന് അടങ്ങി ഒതുങ്ങി ഇരിക്കാൻ പറഞ്ഞാലൊന്നും ഇരിക്കില്ല. പക്ഷേ പല പല ടെക്നിക്കുകൾ, കുഞ്ഞു കുഞ്ഞു വേറെ രീതികൾ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞുമക്കളെ നമുക്ക് തീർച്ചയായിട്ടും വചനം പഠിപ്പിക്കാനായിട്ട് പറ്റും. അതിൽ ഒരു വചനം ഇങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് പഠിപ്പിച്ചത്. 23-ാം സങ്കീർത്തനാണ് കുഞ്ഞുമക്കൾക്ക് ഞാൻ പറഞ്ഞു കൊടുത്തത്. അപ്പം അത് പറഞ്ഞു കൊടുത്തപ്പം അതൊരു പിക്ചർ രൂപത്തിലാണ് അത് കുട്ടികൾക്ക് അത് പറഞ്ഞു കൊടുത്തത്. അപ്പം കർത്താവാണ് എൻ്റെ ഇടയൻ. അപ്പം ഞാൻ കുട്ടികളോട് പറഞ്ഞു, മക്കളെ ഈശോപ്പച്ചൻ്റെ കയ്യിൽ ഒരു ആടുമ്പയുണ്ട്, ആ ആടുമ്പ ശരിക്കും അത് നിങ്ങൾ ഓരോരുത്തരുമാണ് ആ ആടുമ്പ. അപ്പം ഈശോ ഇങ്ങനെ നിങ്ങളെ തോളിൽ വെച്ചിട്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പം കർത്താവാണ് എൻ്റെ ഇടയൻ. നമുക്കറിയാം ആടുകൾ എന്താ സാധാരണയായിട്ട് ഭക്ഷിക്കുന്നത്, പുല്ലും ഒക്കെയാണ് സാധാരണ ഭക്ഷിക്കുന്നത്. അപ്പം ആ ഒരു വചനം എത്ര മനോഹരമായിട്ട് ആ വചനം പറയുന്നത്, കർത്താവാണ് എൻ്റെ ഇടയൻ. അപ്പം ആടുകൾക്ക് വിശന്നപ്പം പച്ചയായ പുൽത്തകിടിയിലൂടെ അവിടെ തന്നെ നയിക്കുന്നു. അപ്പം ഒരു പുല്ല് തിന്നാനായിട്ട് ഈശോ കുഞ്ഞുമക്കളെ കൊണ്ടുപോവുകയാണ്. ആ ഒരു ആടിനെ കൊണ്ടുപോകുന്നു. പിന്നെ പുല്ല് തിന്നു കഴിയുമ്പോൾ സാധാരണ അവർക്ക് ദാഹിക്കും. നമുക്കറിയാം, ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്ക് ഫുഡ് കുറേ നേരം നമുക്കത് കഴിക്കാനായിട്ട് പറ്റില്ല, കുറച്ച് നേരം വെള്ളം കുടിക്കും. അപ്പം പിന്നെ ദൈവം കൊണ്ടുപോകുന്നത് പ്രശാന്തമായ ജലാശയത്തിലേക്ക് അവിടെ തന്നെ നയിക്കുന്നു. പിന്നെ അടുത്ത വചനം ഇതാണ്, എനിക്ക് ഉന്മേഷം നൽകുന്നു. നമുക്കറിയാം, നമ്മൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ചൊരു സ്ട്രെങ്ത് കിട്ടും. അപ്പം ഈശോ പറയുന്നതാണ്, നീ എൻ്റെ കൂടെ വാ, പച്ചയായ പുൽത്തകിടും പ്രശാന്തമായ ജലാശയത്തിലേക്കും ഞാനിങ്ങനെ നടത്തുന്നു. അപ്പം ആദ്യം ഈശോ ഒരാടിനെ പിടിച്ചു നിൽക്കുന്നു, പിന്നെ ഒരു പുൽത്തകിടി കാണിച്ചു കൊടുക്കുന്നു, പിന്നെ അടുത്ത ഒരു ഇമാജിനറി ആയിട്ട് കുഞ്ഞുമക്കൾക്ക് നൽകിയത് ഒരു ജലാശയമാണ്, ഒരു റിവർ പോലെ. പിന്നെ അവർ സ്ട്രെങ്ത് ആയിട്ട് മാറുന്നു. അവരുടെ ജീവിതത്തിൽ ഭക്ഷണമൊക്കെ കഴിച്ചപ്പം അവർ ഭയങ്കര ഊർജ്ജസ്വലരായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ കുഞ്ഞുങ്ങളുടേതായ ഭാഷയിൽ എല്ലാം അതെ പറഞ്ഞു കൊടുക്കുക. അല്ലാതെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ തീർച്ചയായും അവർ പഠിക്കില്ല, അത് ഉറപ്പാണ്. പിന്നെ നെക്സ്റ്റ് വചനം, മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് നടക്കുന്നതെങ്കിലും. അപ്പം മരണത്തിന് നിഴൽ വീണ താഴ്വര എന്നൊക്കെ പറഞ്ഞാൽ കുട്ടികൾ എന്താ മനസ്സിലാക്കുക, ഒന്നും മനസ്സിലാവില്ല അവർക്ക്. അപ്പം അവർക്ക് നമ്മുടെ കുട്ടികളുടേതായ ഭാഷയിൽ പറഞ്ഞു കൊടുക്കുന്നത് ഒരു ബ്രിഡ്ജാണ്. ആ ബ്രിഡ്ജിൽ കൂടെ തന്നെ പോകുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായും പേടിയുണ്ടാവും. അപ്പം മരണത്തിൻ്റെ നിഴൽ, അപ്പം ആ ബ്രിഡ്ജിൽ കൂടെ പോകുമ്പോൾ ഈശോ നിങ്ങളുടെ കൂടെയുണ്ട്, നിങ്ങൾ ഒരിക്കലും ഭയപ്പെടേണ്ട കാര്യമില്ല. അതിനുശേഷമുള്ള വചനം ഇങ്ങനെയാണ്, ഊന്നുവടിയും ദണ്ടും എനിക്ക് ഉറപ്പേക്കുന്നു. അപ്പം നിങ്ങളുടെ കയ്യിൽ ഒരു വടിയുണ്ട്. അപ്പം ഈശോ നിങ്ങളുടെ കൂടെയുണ്ട്, വടിയുണ്ട്. അപ്പം ഒരിക്കലും ഭയപ്പെടേണ്ട കാര്യമില്ല. എങ്ങനെ ആ സമയത്ത് അവിടെ അഭിനയിച്ച് കാണിക്കുമല്ലോ. അതെ, ഒരു ഡ്രാമ പോലെയാണ് അവരുടെ ഒരു വചനം പഠിക്കുന്ന രീതികൾ.
അപ്പോൾ ഇതുപോലെ വചനം നമുക്ക് കുഞ്ഞു കുഞ്ഞു കഥകളിലൂടെയും സ്കിറ്റുകളിലൂടെയൊക്കെ നമുക്ക് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാം അല്ലേ? അപ്പം ഇത് കൂടാതെ വേറെ എന്തൊക്കെയാണ് ചേച്ചി ചെയ്ത മാർഗങ്ങൾ? അപ്പം നമുക്കറിയാം ഇന്നത്തെ കാലത്തിൽ കാർട്ടൂണുകളുടെയൊക്കെ ഒരു കാലഘട്ടമാണ്. അപ്പം തീർച്ചയായും എല്ലാ കുട്ടികൾക്കും കാർട്ടൂണുകൾ ഇഷ്ടമല്ലാത്ത കുട്ടികൾ ആരും ഉണ്ടാവില്ല. അപ്പം നമുക്ക് അവിടെ എങ്ങനെ ഈശോയെ കൊടുക്കാൻ പറ്റും? അപ്പം ഞാൻ കുട്ടികൾക്ക് വെച്ചു കൊടുത്തൊരു മൂവിയാണ് ഗ്രേറ്റസ്റ്റ് മിറാക്കിൾ എന്ന് പറഞ്ഞൊരു മൂവി യൂട്യൂബിൽ. അത് വിശുദ്ധ കുർബാനയെക്കുറിച്ച് ഏറ്റവും വ്യക്തമായിട്ട് ഒരു കാർട്ടൂൺ പോലെ അത് ചിത്രീകരിച്ചിട്ടുണ്ട്. അത് കുട്ടികളുടെ മനസ്സിലത് ഒത്തിരി പതിഞ്ഞിരിക്കും. നമുക്ക് തന്നെ അയ്യോ ഞാൻ എന്തുകൊണ്ട് ഞാൻ ഈ മൂവി കാണുമ്പോൾ എന്തുകൊണ്ട് ഞാൻ എൻ്റെ കാലഘട്ടത്തിൽ കണ്ടില്ലല്ലോ, നമുക്കൊന്നും വന്നു അങ്ങനത്തെ ഒരു ഭാഗ്യം ഉണ്ടായിട്ടില്ല. പക്ഷേ ഇന്ന് നമ്മുടെ കുട്ടികൾക്ക് നമുക്ക് എല്ലാ കാര്യങ്ങളും പങ്കുവയ്ക്കാനായിട്ട്, എല്ലാ വീഡിയോ കാണിക്കാനായിട്ട് യൂട്യൂബ് ഒക്കെ ഓപ്പൺ ആണ്. അതെ, അത് നല്ല രീതിയിൽ നമ്മൾ ഉപയോഗിച്ചാൽ ഏറ്റവും ഈശോയെ കൊടുക്കാൻ പറ്റിയ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടൊരു മാർഗ്ഗമാണ്. അപ്പം ഈ ഒരു മൂവിയിൽ ഇങ്ങനെയാണ് കാണിക്കുന്നത്. വിശുദ്ധ കുർബാനയ്ക്കായിട്ട് പല ആൾക്കാർ പല സ്ഥലങ്ങളിൽ നിന്ന് വരുന്നു. അപ്പം അവരുടെ കൂടെ അവരെ കുർബാനയിലേക്ക് ആനയിക്കുന്നത് കാവൽ മാലാഖമാരാണ്. അവർ കുഞ്ഞുമക്കളെ ആനയിക്കുന്നത് വിശുദ്ധ കുർബാനയിലേക്ക്. അങ്ങനെ വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി മുട്ടുകുത്തുമ്പോൾ ചില മാലാഖമാർ ഭയങ്കര സാഡായിട്ടിരിക്കും, ചിലർ ഭയങ്കര ഹാപ്പി ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് അപ്പം ഞാൻ കുട്ടികളോട് ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ അവർ കുഞ്ഞുമക്കൾ പറയാണ് അത് ചിലപ്പോൾ കുട്ടികൾ കുർബാനയിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി നിൽക്കും, ആ മാലാഖമാർ ഇങ്ങനെ സാഡായിട്ട് നിൽക്കും. പക്ഷെ ഏറ്റവും ഭക്തിയോടുകൂടി ഈശോനെ കാണാനാണ് വന്നിരിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള മാലാഖമാർ, കാവൽ മാലാഖമാർ ഏറ്റവും സന്തോഷമായിരിക്കും. അതുപോലെ കുട്ടികളുടെ കുഞ്ഞു കുഞ്ഞു വേദനകളും സങ്കടങ്ങളൊക്കെ ഈശോയുടെ കയ്യിലേക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ കുഞ്ഞു മാലാഖമാരാണ്, ഈ കാവൽ മാലാഖമാരാണ് ഓഫർട്ടിയുടെ സമയത്ത് ഈശോയ്ക്ക് ഇത് കാഴ്ചയായിട്ട് കൊണ്ടുപോകുന്നത്. അപ്പം അതൊക്കെ ഏറ്റവും മനോഹരമായിട്ട് അത് ചിത്രീകരിച്ചിട്ടുണ്ട് ആനിമേഷൻ മൂവി എന്നുള്ള രീതിയിൽ. അങ്ങനെയൊക്കെ പറയുമ്പോൾ വിശുദ്ധ കുർബാനയിൽ തീർച്ചയായും. അതുപോലെ തന്നെ മാലാഖമാരും സകല വിശുദ്ധരും നമ്മുടെ നടുവിലത്തെ ഭാഗത്തുകൂടി ശുദ്ധീകരണ സ്ഥലത്തിൽ ആത്മാക്കളും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതും. അപ്പം അവർ പലപ്പോഴും കുട്ടികളൊക്കെ എന്നോട് ചോദിക്കാറുണ്ട്, ഇത് എന്തിനും നടുവിൽ സ്ഥലം ഒഴിച്ചിട്ടേക്കുന്നത് മക്കൾ ചോദിക്കാറുണ്ട്. അപ്പോൾ തീർച്ചയായും ഞാൻ പറയുന്നതിനേക്കാൾ ഉപരിയായിട്ട് ഇത് കണ്ടപ്പം അവർക്കത് എല്ലാ കാര്യങ്ങളും നമ്മൾ പറയുന്നതിനേക്കാൾ ഉപരിയായിട്ട് അവർക്കത് കിട്ടിയത് തീർച്ചയായിട്ടും കിട്ടി. എനിക്കിപ്പോൾ മനസ്സിലാകുന്നത് അപ്പോൾ പാരൻസ് എന്തായാലും ക്രിയേറ്റീവ് ആകണം. അതെ, തീർച്ചയായും. ഇന്നത്തെ കാലത്ത് കുട്ടികളെ പിടിക്കണമെന്നുണ്ടെങ്കിൽ ക്രിയേറ്റീവ് ആയേ പറ്റൂ. താങ്ക് യു സിവി ചേച്ചി, ഇവിടെ വന്ന് ഇങ്ങനെ കുറേ പൊടികകളും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാൻ പറ്റിയല്ലോ, വളരെ താങ്ക്സ്. ബാക്ക് ടു യു മനു ആൻഡ് എൽറിയ. താങ്ക് യു തോജൻ ആൻഡ് മീനു. ശരിക്കും സിബി ചേച്ചി പറഞ്ഞ കണ്ടന്റ് ഭയങ്കര ഫിൽഡ് ആയിരുന്നു അല്ലേ? എന്തായാലും ഈ ഒരു ടോപ്പിക്കിനെ പറ്റി ഒരു വൈദികന്റെ ആംഗിളിൽ നിന്ന് നമ്മളുടെ സ്വന്തം ജെർണച്ചൻ എന്താ പറയാനുള്ളത് നോക്കാം. സോ ഓവർ ടു ഫിലിപ്പൈൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്നത്തെ നമ്മുടെ സംസാരം മുഴുവൻ നടന്നു പോകുന്നത് കുഞ്ഞുങ്ങൾക്ക് എങ്ങനെ ഈശോയെ പരിചയപ്പെടുത്തി കൊടുക്കാം. കുഞ്ഞുങ്ങൾക്ക് എങ്ങനെ ഈശോയെ പരിചയപ്പെടുത്തി കൊടുക്കുക എന്ന് പറയുമ്പോൾ ഓരോ സ്റ്റേജ് ഉണ്ട് കേട്ടോ. ആദ്യമായിട്ട് കുഞ്ഞുങ്ങൾക്ക് ഈശോയെ പരിചയപ്പെടുത്തി കൊടുക്കണം. നമ്മൾ ഈ ഏഞ്ചൽസ് ആർമിയുടെ ഒരു ഫെയ്ത്ത് ഫോർമേഷൻ സർക്കിൾ പല എപ്പിസോഡുകളായിട്ട് കേട്ടല്ലോ. ആദ്യം പരിചയപ്പെടുത്തി കൊടുക്കുന്നത് വൂമ്പിൽ വെച്ചാണ്, ഉദരത്തിൽ വെച്ചാണ്. ദാറ്റ്സ് കോൾഡ് വൂം ക്യാറ്റ്. കാറ്റക്കിസം മീൻസ് ഈശോയെ പരിചയപ്പെടുത്തി കൊടുക്കാനുള്ള വേസ്. നമുക്കൊരു ആ സർക്കിൾ അതൊന്ന് മനസ്സിലാക്കാം. ആദ്യം വൂം ക്യാറ്റ്, ഉദരത്തിൽ വെച്ച്. രണ്ടാമത്തെ ലാപ്പ് ക്യാറ്റ്, അതായത് ഒരു അമ്മയുടെ മടിയിൽ കിടക്കുന്ന പ്രായം, ജസ്റ്റ് ടോട്ടലറൊക്കെ ആയിട്ട് ഓടി നടക്കാൻ നടപ്പൊക്കെ തുടങ്ങുന്ന പ്രായം, അതാണ് ലാപ്പ് ക്യാറ്റ്. അന്നേരം എന്തൊക്കെ കാര്യങ്ങൾ കുഞ്ഞിന് പരിചയപ്പെടുത്തി കൊടുക്കാം. മൂന്നാമത്തത് കിഡ് ക്യാറ്റ്, കൊച്ചു ഓൾറെഡി ഒക്കെ സ്കൂളിലൊക്കെ പോകാനുള്ള പ്രായമൊക്കെ ആകുമ്പോൾ ആ ഒരു പ്രായത്തിൽ അങ്ങനെ പരിചയപ്പെടുത്തി കൊടുക്കാം. ഈ ദൈവത്തെ പരിചയപ്പെടുത്തി കൊടുക്കുക എന്നുള്ളത് ഒരു ഗ്രാജുവൽ പ്രോഗ്രസ്സാണ്. മറ്റെന്തും പഠിപ്പിക്കുന്ന പോലെ ആത്മീയതയും ഒരു പരിശീലനമാണല്ലോ. അതുകൊണ്ട് ബേസിക് ഇട്ട്, അതുകൊണ്ട് ഫൗണ്ടേഷൻ പാർട്ടാണ് നമ്മൾ ആദ്യം പറയേണ്ടത്, ഉദരം. അത് നമ്മൾ പല എപ്പിസോഡിൽ സംസാരിച്ചു. രണ്ടാമത്തെ പാർട്ട് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നു, ഒരു കുഞ്ഞുണ്ടായിക്കഴിഞ്ഞാൽ എങ്ങനെ ആ ഒരു കുഞ്ഞിൻ്റെ ആദ്യ സമയങ്ങളിലൊക്കെ എങ്ങനെ നമുക്ക് ഈശോയെ പ്രത്യേകിച്ച് ഓടി നടക്കാനൊക്കെ തുടങ്ങുന്ന പ്രായത്തിൽ എങ്ങനെ നമുക്ക് ഈശോയെ പരിചയപ്പെടുത്തി കൊടുക്കാം. ആദ്യത്തെ ചോദ്യം ഇതാണപ്പോൾ, പേരൻസിന് ഈശോനെ അറിയാവോ? നമുക്ക് ഒരാളെ പരിചയപ്പെടുത്തി കൊടുക്കണമെങ്കിൽ, ഒരാളെ ഇൻട്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് ആ വ്യക്തി നന്നായിട്ട് അറിയണ്ടേ. ആ വ്യക്തി ആരാണ്, എവിടെ നിന്നാണ്, എങ്ങനെയൊക്കെയാണ്, പറഞ്ഞു കൊടുക്കാൻ അറിയണ്ടേ. അതുകൊണ്ട് ഫസ്റ്റ് ക്വസ്റ്റൻ അതാണ്, പേരൻസിന് ഗോഡ് എക്സ്പീരിയൻസ്. അതുകൊണ്ട് എൻ്റെ പൊന്നു മാതാപിതാക്കളെ, നിങ്ങളുടെ കല്യാണം കഴിയുന്ന സമയം മുതൽ തന്നെ നിങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിച്ചൊരുങ്ങണം കേട്ടോ. നിങ്ങൾക്ക് വിശുദ്ധമായ തലമുറയെ ജനിപ്പിക്കാനും ഒരു തലമുറയെ വളർത്താനും പറ്റണമെങ്കിൽ നമുക്കാദ്യം ആ വിശുദ്ധിയും പ്രാർത്ഥനയും സ്നേഹവും കർത്താവിനോടുള്ള ചേർന്ന് നിൽപ്പൊക്കെ വേണം. അതുകൊണ്ട് അതൊരു ലെവലിലേക്ക് ഉയർച്ചയാണേ. അതുകൊണ്ട് ഓരോ സ്റ്റേജിലും വേണ്ട കൃപകളൊക്കെ നന്നായിട്ട് കർത്താവിൻ്റെ ചോദിച്ച് വാങ്ങണം. അതുകൊണ്ട് മാതാപിതാക്കൾ ആദ്യം കുഞ്ഞുങ്ങളെ പരിചയപ്പെടുത്തി കൊടുക്കണമെങ്കിൽ ആദ്യം നിങ്ങൾ ദൈവത്തെ അറിയണം.
എനിക്കുണ്ടായ ചില ഒരു ഒന്നിനൊന്നിൻ്റെ അനുഭവങ്ങൾ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഈ വളരെ എൻ്റെ കൂട്ടുകാരൊക്കെ തന്നെ ചെറുപ്പക്കാരായ പേരൻസ്, അവർക്കൊക്കെ ഇപ്പോൾ 2ലും 3ലൊക്കെ പഠിക്കുന്ന പിള്ളേരൊക്കെ ആയി, അവരൊക്കെ അവധിയാകാൻ നോക്കിയിട്ട് പറയും, അച്ഛാ കുഞ്ഞുങ്ങൾക്കുള്ള ധ്യാനം വല്ലതും ഉണ്ടോ, കുഞ്ഞു പിള്ളേർക്കുള്ള ക്രിസ്ത്യൻ ടൈപ്പ് ധ്യാനങ്ങൾ. വെച്ചാൽ എന്താ, അല്ല കൊച്ചിന് അവധി തുടങ്ങുവാണ് ധ്യാനത്തിൽ വിടാം. ഞാൻ പറഞ്ഞ് പിള്ളേർക്കുള്ള ധ്യാനമില്ല, പക്ഷേ പിള്ളേർക്കും പേരൻസിന് വീട്ടിലുള്ള ധ്യാനമുണ്ട്. അല്ല ഞങ്ങൾക്ക് ധ്യാനത്തിൻ്റെ ആവശ്യമൊന്നുമില്ല, പിള്ളേരെ വിടാനാണ്. അതാണ് പ്രശ്നം. നമ്മളങ്ങ് തീരുമാനിക്കുകയാണ് നമുക്കിനി ധ്യാനങ്ങളുടെ ആവശ്യമൊന്നുമില്ല. പ്രിയപ്പെട്ട മാതാപിതാക്കൾ, നിങ്ങൾക്ക് ദൈവത്തെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറ്റണമെങ്കിൽ നിങ്ങൾ ആദ്യം അവരോടൊപ്പം നടക്കാൻ പറ്റണം. നമുക്ക് ചെയ്ത കാര്യങ്ങളല്ലേ കുഞ്ഞുങ്ങളോട് ചെയ്യാൻ പറയാൻ പറ്റത്തുള്ളൂ. നമുക്ക് ശരിക്ക് ദൈവം അവർക്ക് മനസ്സിലാവണം, എൻ്റെ വീട്ടിലൊരാളാണ്, എൻ്റെ പേരൻസിൻ്റെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട ആളാണെന്ന് അവർക്ക് മനസ്സിലാകുമ്പോൾ അവർ പതുക്കെ ഇമിറ്റേറ്റ് ചെയ്യും. പ്രാർത്ഥനയും സ്പിരിച്വാലിറ്റിയൊക്കെ ഇമിറ്റേഷനിലൂടെയല്ലേ പിള്ളേർ തുടങ്ങുന്നത്. മാതാപിതാക്കളെ അനുകരിച്ചല്ലേ, അതായത് തലയിൽ ചട്ടയിട്ടും അല്ല മുണ്ടൊക്കെ ഇട്ട് അതുപോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്തും കൈകൂപ്പി പിടിച്ചും എല്ലായിടത്തും പേരൻസിനെ കാണിക്കുന്നത് തൊട്ടും. ഞാൻ അവർക്ക് ഒരു കുഞ്ഞു കൊച്ചു പള്ളി വന്നിട്ട് അവനങ്ങ് സാഷ്ടാംഗ പ്രണാമം ചെയ്യുകയാണ് പള്ളിയിൽ. എപ്പോഴെങ്കിലും അവൻ്റെ അപ്പനോ അല്ലെങ്കിൽ ആരെങ്കിലൊക്കെയോ പള്ളിയിലോ നിത്യാരാധന ചാപ്പലിലോ ഒക്കെ സാഷ്ടാംഗം പ്രണമിക്കുന്നത്. എവിടെ 3 വയസ്സുള്ള പയ്യനാ സാഷ്ടാംഗ പ്രണാമം ചെയ്യുന്നു. ദിസ് ഈസ് കോൾഡ് ഇമിറ്റേഷൻ. പിള്ളേർ അനുകരിച്ച് പഠിക്കാൻ വേണ്ടിയുള്ള മാതൃകാപരമായ ജീവിതം എനിക്കുണ്ടോ എന്നൊരു ചോദ്യമാണ് കുഞ്ഞുങ്ങൾക്ക് മാതാപിതാക്കൾ ദൈവത്തെ പരിചയപ്പെടുത്തി കൊടുക്കുന്നതിനുള്ള ഫസ്റ്റ് പാർട്ട്. രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാവണം. ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ ഈ ഈശോ ദൈവം എൻ്റെ ജീവിതത്തിന്, എൻ്റെ കുടുംബത്തിലൊരാളാണ്. അതെങ്ങനെയാണ്? ഉണരും മുതൽ ഉറങ്ങും വരെ ഓരോ കാര്യങ്ങളും ഈ ഈശോ വാക്കുകളും ഈശോ പ്രവൃത്തികളും മാതാപിതാക്കളുടെ ജീവിതത്തിൽ ഉണ്ടാവണം. കുരിശ് വരച്ച് എഴുന്നേൽക്കുന്നത് മുതൽ കുരിശ് വരച്ച് കട്ടിൽ 4 മൂലയിലും കുരിശ് വരച്ച് യൂതന്മാരെ എന്ന പ്രാർത്ഥന ചൊല്ലി ഉറങ്ങുന്നത് വരെയുള്ള കാര്യങ്ങൾ കുഞ്ഞുങ്ങൾ നോക്കി പഠിക്കട്ടെ. ഭക്ഷിക്കാതിരിക്കുമ്പോഴത്തേക്ക് കർത്താവിന് നന്ദി പറഞ്ഞ് തുടങ്ങാം. വണ്ടി ഓടിക്കാൻ മുമ്പ് ഒരു കുരിശ് വരച്ച് തുടങ്ങാം. ഓരോ കാര്യങ്ങളും കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാവട്ടെ. ഹീസ് ദെയർ, ദൈവം ടാഞ്ചിബിൾ പ്രസൻസിലുള്ള ഇവിടെ ഉള്ള ഒരാൾ തന്നെയാണ്. അപ്പോൾ അതുപോലെ തന്നെ ചില എക്സ്പ്രഷൻസ്, ഈശോയെ, ഈശോ മറിയ ഔസേപ്പേ, അങ്ങനെ ചില വിളികളൊക്കെ വരുമ്പോൾ തന്നെ കുഞ്ഞുങ്ങൾ മനസ്സിലാവും. കുഞ്ഞുങ്ങൾ നാച്ചുറൽ കേട്ട് പഠിക്കട്ടെ. എന്തിനാണ് കുഞ്ഞുങ്ങൾ പൊട്ട വാക്കുകളൊക്കെ കേട്ട് പഠിക്കുന്നത്? ആദ്യമേ തന്നെ ഈ എക്സ്പ്രഷൻസ് ഒക്കെ വിശുദ്ധമാക്കി വീട്ടിലെ. ഇതൊക്കെ കുഞ്ഞു വളരെ ശ്രദ്ധയോടെ ഓരോ പേരൻറ്റും, പ്രത്യേകിച്ച് പൊടിക്കുഞ്ഞുങ്ങളുള്ള പേരൻറ്റുകൾ വാക്കുകളൊക്കെ കൃത്യമായിട്ട് അളന്ന് ഉപയോഗിക്കട്ടെ. ദൈവികമാകട്ടെ നിങ്ങളുടെ സംസാരങ്ങളൊക്കെ. ഒരു ഗോഡ് ടോക്ക് ഫാമിലിയിൽ സംഭവിക്കപ്പെടട്ടെ. അടുത്തതായിട്ട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ മറ്റൊരു എപ്പിസോഡിൽ പറഞ്ഞൊരു കാര്യമാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ ഒരു സമയത്ത് ഭയങ്കര ഒരു ഇമ്പോർട്ടൻ്റ് ആയ കാര്യം തന്നെയാണ്. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് തൊടാനും പിടിക്കാവുന്ന രീതിയിലുള്ള ദൈവത്തിനെയൊക്കെ അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക. ടാഞ്ചിബിൾ പ്രസൻസ്. ഞാനൊരു ചെറിയ ഉദാഹരണം കാണിക്കാം. ഇത് കണ്ടോ, എനിക്ക് എൻ്റെ മുറിയിലുള്ള ഒരു ഈശോയും മാതാവുമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് ഞാൻ മേടിച്ച് വെച്ചതാണ്. ഈ ഈശോ ശരിക്കും ഡിവൈൻ മേഴ്സി ഈശോ ആണ്, കരുണയുടെ കർത്താവാണ്. നോക്കിക്കേ, കണ്ട നമ്മുടെ വരകളൊക്കെ കണ്ടോ, ഇത് പരിശുദ്ധ അമ്മ. ഇത് കണ്ടാൽ കുഞ്ഞിന് എന്ത് സന്തോഷം തോന്നും. കുഞ്ഞിൻ്റെ പ്രായത്തിലുള്ള, കുഞ്ഞുങ്ങളെ ഇഷ്ടപ്പെടുന്ന, കുഞ്ഞുങ്ങളെ പോലുള്ള ഈശോ. ഇതുപോലുള്ള സമ്മാനങ്ങൾ വാങ്ങിക്കാനും വീട്ടിൽ സൂക്ഷിക്കാനുമുള്ള ചില ബോധപൂർവമായ ശ്രമങ്ങൾ ദയവ് ചെയ്ത് പേരൻസ് നടത്തിക്കഴിഞ്ഞാൽ തന്നെ കുറേ കാര്യങ്ങൾ കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാവും. കുഞ്ഞുങ്ങൾ കാണണ്ടോ അറിയണ്ടോ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ആദ്യം. കുഞ്ഞുങ്ങൾക്ക് ആ ഒരു ബർത്ത്ഡേ വരുമ്പോഴത്തേക്കോ ഒരു സന്തോഷമൊക്കെ വരുമ്പോഴത്തേക്ക് ഇതുപോലെ സാധനങ്ങൾ മേടിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ ഇവർക്ക് എത്താവുന്ന സ്ഥലങ്ങളിലൊക്കെ ഇതൊക്കെ വെക്കുക. പ്രത്യേകിച്ച് പിള്ളേർ തട്ടിമറിക്കുന്ന പേടിയൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലുള്ള നല്ല പടങ്ങളൊക്കെ കാണാൻ പോലും ലാമിനേറ്റ് ചെയ്തിട്ട് പിള്ളേർ സ്റ്റെപ്പിൻ്റെ സൈഡുകളിൽ ഉറങ്ങുന്ന സ്ഥലത്തൊക്കെ വെക്കുക. പിള്ളേർക്ക് എനിക്ക് തോന്നുന്നു പലപ്പോഴൊക്കെ നമ്മൾ കൊടുക്കുന്ന ഇമേജുകൾ തെറ്റാണ്. പിള്ളേർക്ക് കൊടുക്കുന്ന പടങ്ങളും പിള്ളേർക്ക് കൊടുക്കുന്ന ഉപകരണങ്ങളും തോക്കുകളും അതൊക്കെ കൊടുക്കുമ്പോഴത്തേക്ക് തന്നെ പിള്ളേർക്ക് അതിന് പകരമൊക്കെ വിശുദ്ധമായ സാധനങ്ങളൊക്കെ ഒന്ന് സമ്മാനമായിട്ട് കൊടുത്തേ. അപ്പം തന്നെ കുഞ്ഞുങ്ങൾക്ക് നിങ്ങൾക്ക് ഈസി ആയിട്ട് ഒരു ദൈവത്തിൻ്റെ ലോകം, പ്രാർത്ഥനയുടെ ലോകം വളരെ ചെറുപ്പത്തിൽ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ പ്രത്യേകിച്ച് അമ്മമാരെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമുണ്ട്. നിങ്ങൾ പാടുന്ന പാട്ടുകൾ ഏതൊക്കെയാണ്? നിങ്ങൾ പാടുന്ന താരാട്ട് പാട്ടുകൾ, അല്ലെങ്കിൽ നിങ്ങളുടെ ഇടയ്ക്കിടയ്ക്ക് പാടുന്ന ചെറിയ ലല്ലബീസ്, എന്തൊക്കെയാണെങ്കിലും ആവട്ടെ, അതൊക്കെ എന്തൊക്കെ സാധനങ്ങളാണ് നിങ്ങൾ പാടുന്നത്? നിങ്ങൾ ഏതെങ്കിലും പട്ടിയുടെ പൂച്ചയുടെ അല്ലെങ്കിൽ പരമ്പരാഗതമായ താരാട്ട് പാട്ടുകൾ അതൊക്കെയാണ് കുഞ്ഞുങ്ങൾ ആദ്യം പഠിക്കുന്നത്. മറിച്ച് നമുക്ക് എന്തുകൊണ്ട് ചില ആത്മീയമായ ഗാനങ്ങൾ, താരാട്ട് പാട്ട്, പൈതലാമേശു എന്നൊക്കെ പറഞ്ഞ മനോഹരമായ പാട്ടില്ല, അതൊക്കെ താരാട്ട് പാട്ടായിട്ട് പാടിക്കൂടും. അല്ലെങ്കിൽ പരിശുദ്ധ അമ്മയുടെയൊക്കെ എത്ര മനോഹരമായ ചെറിയ ചെറിയ ഈരടികളൊക്കെ ഉണ്ട്. എൻ്റെ അമ്മ എന്നൊക്കെ പറഞ്ഞ എത്ര മനോഹരമായ പാട്ടുകളൊക്കെ ഉണ്ട്. നന്മ നിറഞ്ഞ മറിയുമ്പത്തിന് തന്നെ എത്ര നല്ല ഈരടികളൊക്കെ ഉണ്ട്. ഇതൊക്കെ കുഞ്ഞുങ്ങൾക്ക് ഇത് പാടിക്കൊടുത്തേ. അപ്പോൾ ബാല്യത്തിൽ തന്നെ അവർക്ക് ഈ വാക്കുകൾ ഇതൊക്കെ അവർ സ്റ്റോർഡ് ആവും. അവരുടെ ഫേവററ്റ് പാട്ടുകളും ഫേവററ്റ് എക്സ്പ്രഷൻസ് എല്ലാം വിശുദ്ധമാവും. അപ്പോൾ അവർക്ക് ഈസി ആയിട്ട് നിങ്ങളൊന്നും ചെയ്യാതെ തന്നെ അവർ ആത്മീയതയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടും നാച്ചുറലി. മറ്റൊരു പ്രാക്ടിക്കൽ സജഷൻ എനിക്കുള്ളത് ബെഡ് ടൈം സ്റ്റോറീസൊക്കെയാണ്. കുഞ്ഞുങ്ങൾ ഉറക്കാൻ വേണ്ടിയൊക്കെയുള്ള നിങ്ങളുടെ സ്റ്റോറീസൊക്കെ ഇല്ല. നിങ്ങൾ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന പണ്ട് കാട്ടിപ്പോയ കഥയും കുറുക്കൻ്റെയും ഇതിൻ്റെയൊക്കെയാണോ? നമുക്ക് എന്തുകൊണ്ട് ബൈബിളിലൊക്കെ നല്ല ഇടിവിട്ട് കഥകളില്ലേ പിള്ളേരെ നല്ല ത്രില്ല് എടുപ്പിക്കാവുന്ന? കാരണം എന്താണെന്നറിയാമോ, നമ്മൾ പിള്ളേർക്ക് ഇഷ്ടമില്ലാത്തൊരു ഫുഡ്
പക്ഷേ കുഞ്ഞിന് അത്യാവശ്യമുള്ള ഫുഡാന്ന് വിചാരിച്ചു നമ്മൾ എങ്ങനെ കൊടുക്കും? നമ്മൾ മറ്റ് പല രീതിയിൽ മാറ്റിയും മറിച്ചും കൊടുക്കാനുള്ള ടെക്നിക്കൊക്കെ അമ്മയ്ക്ക് അറിയാം. ഇപ്പോൾ കൊച്ചു പാല് കുടിക്കാൻ ഇഷ്ടമില്ലെങ്കിൽ പക്ഷേ പാല് കൊച്ചു കുടിക്കണമല്ലോ, അതേമാതിരി എന്ത് ചെയ്യാം, നമുക്ക് അതിന് ചോക്ലേറ്റ് ഒക്കെ ഇട്ട് കലക്കി കളറൊക്കെ മാറ്റി കൊടുക്കുന്ന സെറ്റപ്പുകളൊക്കെ ഉണ്ടല്ലോ. അതുകൊണ്ട് തന്നെ പ്രാർത്ഥന ഒന്നും ഡയറക്റ്റ്ലി പഠിപ്പിക്കുമ്പോൾ ഒട്ടും ഇൻട്രസ്റ്റിംഗ് ആയ കാര്യം ആവത്തില്ല കൊച്ചിന്. പക്ഷേ കൊച്ചിന് മനസ്സിലാവുന്ന രീതിയിൽ കൊടുത്തു നോക്ക് ദൈവത്തെയും പ്രാർത്ഥനയൊക്കെ ഒട്ടും ബോറടിപ്പിക്കാത്ത രീതിയിൽ കളികളിലൂടെയോ ബെഡ് ടൈം സ്റ്റോറീസ് അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ക്രിയേഷൻ, ഉൽപ്പത്തി എത്ര മനോഹരമായിട്ട് കൊച്ചിന് പറഞ്ഞു കൊടുക്കാം. നമുക്ക് അത്യാവശ്യം മ്യൂസിക്കൊക്കെ സ്വന്തമായിട്ട് ഇട്ടും കിളികളുണ്ടാവുന്നതും പക്ഷികളുണ്ടാവുന്നതും അല്ലെങ്കിൽ മൃഗങ്ങളുണ്ടാവുന്നതും ഈ ദൈവം ഭൂമിയെ സൃഷ്ടിക്കുന്നതും ആകാശം സൃഷ്ടിക്കുന്നതും എത്ര മനോഹരമായിട്ട് എത്ര ക്രിയേറ്റീവായിട്ട് പറഞ്ഞു കൊടുക്കാം. അല്ലെങ്കിൽ ആ മോശ ചെങ്കടൽ കിടക്കുന്നത് ദൈവജനത്തെ കൊണ്ട് എത്ര ഡ്രമാറ്റിക്കായിട്ട് പറഞ്ഞു കൊടുക്കാം. ദാനിയേൽ സിംഹക്കൂട്ടിൽ രക്ഷപ്പെടുന്നത്, ബൈബിളിൽ എന്തോരം സ്റ്റോറീസ് ഉണ്ട്. അല്ലെങ്കിൽ ഈശോ 5 അപ്പം 5000 പേർക്ക് വിഭജിച്ചു കൊടുക്കുന്നു, എത്ര ഡ്രമാറ്റിക്കായിട്ട് പറഞ്ഞു കൊടുക്കാം. കുഞ്ഞ് എക്സൈറ്റഡ് ആവത്തില്ല? ഇത്രയും നല്ല സൂപ്പർ ഈശോ കയ്യിലുള്ളപ്പോൾ നമ്മൾ എന്തിനു പുറത്ത് സൂപ്പർ ഹീറോസിനെ അന്വേഷിച്ച് പോകണമെന്ന് ചിന്തിക്കാൻ മാത്രം മാതാപിതാക്കൾക്ക് ആവശ്യത്തിന് സ്റ്റോറീസ് ബൈബിളിലുണ്ട്. ഒന്ന് ജസ്റ്റ് നിങ്ങൾ സമയമെടുത്ത് ഇതൊക്കെ ഒന്ന് വിഷ്വലൈസ് ചെയ്യാനും ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ടൈം ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പേരൻറ്റിങ്ങിൽ ഫെയ്ത്ത് ഫോർമേഷൻ ഒരു ടഫ് ടാസ്ക് അല്ല, ഈസി ആയിട്ട് നിങ്ങൾക്ക് കുഞ്ഞുങ്ങൾക്ക് ദൈവത്തെ കൊടുക്കാം. അവസാനമായിട്ട് ഞാനിതിൻ്റെ ഒരു ചെറിയൊരു അപകടം കൂടി ചൂണ്ടിക്കാണിച്ചിട്ട് ഈ ഭാഗം അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ 2 വർഷം മുമ്പ് എൻ്റെ ഇടയ്ക്ക് ഒരു കൗൺസിലിംഗ് ഒരു പയ്യനെ കൊണ്ടുവന്നായിരുന്നു. അവൻ ആക്ച്വലി എൻട്രൻസ് കോച്ചിങ്ങിന് പഠിക്കുന്ന +2 99% മാർക്ക് കിട്ടിയ ഒരു ഭയങ്കര സ്കൂളിൽ നിന്ന് അവൻ പാസ്സായിട്ട് പ്രത്യേക സ്ഥലത്ത് എൻട്രൻസ് കോച്ചിങ്ങിന് ചേർന്നതാണ്. എൻട്രൻസ് കോച്ചിങ് വന്നിട്ട് അവരെ 70 പേരുടെ ബാച്ചിൽ ഇവൻ 60-നും 70-നും ഇടയ്ക്കൊക്കെ ഇവൻ്റെ റാങ്ക്. അവൻ ആകെ ഡിപ്രഷനായി തകർച്ചയായി പ്രാർത്ഥിക്കുന്നില്ല, പള്ളിയിൽ പോലും പോകുന്നില്ലെന്നൊക്കെ പറഞ്ഞ് പേരൻസിനെ എൻ്റെ അടുക്ക കൊണ്ടുവന്നതാണ്. അപ്പോൾ ഞാൻ സംസാരിച്ചു തുടങ്ങിയപ്പോഴത്തേക്കും ഞാൻ ചോദിച്ചു എന്താ മോനെ പ്രാർത്ഥിക്കാത്ത, പണ്ട് നീ പ്രാർത്ഥിക്കുക ചെയ്തിരുന്നായിരുന്നല്ലോ. അപ്പോൾ അവൻ പറഞ്ഞ 1-2 കാര്യങ്ങൾ എന്നെ തകർത്ത് കളഞ്ഞു. അവൻ പറയാണ്, ഫാദർ യുനോ എൻ്റെ പപ്പയാണ് ദൈവത്തെ എനിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. പപ്പ പറഞ്ഞു എന്ത് ചോദിച്ചാലും ദൈവം തരും. ഞാൻ ചോദിച്ചിട്ടുണ്ട്, ദൈവം തന്നിട്ടുണ്ട്. എനിക്ക് നല്ല മാർക്ക് വേണമെന്ന് നല്ല മാർക്ക് തന്നു. ബട്ട് നൗ എനിക്ക് നല്ല മാർക്ക് വേണമെന്ന് നല്ല മാർക്ക് കിട്ടുന്നില്ല. ദെർഫോർ ഗോഡ് ഡസ് നോട്ട് എക്സിസ്റ്റ്. ദൈവം ഉണ്ടേ ദൈവം തരേണ്ടതല്ലേ? ഇങ്ങനെ ഇല്ലാത്ത തരാത്ത എന്നെ തോൽപ്പിക്കുന്ന ഒരാളെ ഞാൻ എന്തിനു പ്രാർത്ഥിക്കണം? ഞാനാകെ ഞെട്ടിപ്പോയി. കൊച്ചിനോട് എന്ത് പറഞ്ഞ് മനസ്സിലാക്കാനാണ്? കുറേ നേരം സംസാരിച്ച് കൊച്ചിന് മറ്റു പല മേഖലകളിലൂടെയൊക്കെ സഞ്ചരിപ്പിച്ച് അവന് ഭൗതികമായിട്ട് പറഞ്ഞാൽ മനസ്സിലാക്കുന്ന ഒരാളായതുകൊണ്ട് അങ്ങനെ നമുക്ക് ടാക്കിൾ ചെയ്യാൻ പറ്റും. പക്ഷേ എനിക്ക് മനസ്സിലായി അത് പേരൻസിൻ്റെ പരാജയം കൂടി ഉണ്ട് അതിനകത്ത്. ദൈവം ഇത് എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നിങ്ങൾ കുഞ്ഞിനെ നിലനിൽ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കല്ലേ ദൈവം എല്ലാം തരുന്നവനാണ്. ദൈവം എല്ലാം തരുന്നവനാണ്, പക്ഷേ നിങ്ങൾ ചോദിക്കുന്ന എല്ലാം ദൈവം തരത്തില്ല എന്ന് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ദൈവം എന്ന് പറഞ്ഞാൽ ഒരു സ്വിച്ചിട്ട സാധനം തരുന്ന ആളാണെന്ന് ഏറ്റവും ബാല്യം മുതൽ തന്നെ പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കല്ലേ. ഏറ്റവും ചെറുപ്പത്തിലേക്ക് അത് പറഞ്ഞ് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. പക്ഷേ അവർ വളർന്നു വരുന്ന സമയം അനുസരിച്ച് അവർക്ക് ബൗദ്ധികമായിട്ട് മനസ്സിലാവുന്ന സമയം അനുസരിച്ച് ദൈവം ആരാന്ന് കൃത്യമായിട്ട് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. സഹനങ്ങളും വേദനയും ബുദ്ധിമുട്ടുകളും പരാജയങ്ങളും ഒക്കെ എല്ലാം ദൈവത്തിൽ നിന്ന് വരുന്നതാണെന്നൊക്കെ ഒന്ന് മനസ്സിലാക്കി കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ അവർ വളർന്നു വരുമ്പോൾ ദൈവം എന്ന് പറഞ്ഞാൽ എല്ലാം തരുന്നവും മാത്രമായിട്ട് അവർക്ക് പോകും. അപ്പോൾ അവർക്ക് ശരിക്കുള്ള ദൈവത്തെ മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ടാവും. മാതാപിതാക്കളെ ദയവ് ചെയ്ത് മക്കൾ അവരുടെ പ്രായത്തിനനുസരിച്ച് ദൈവിക സങ്കല്പങ്ങളൊന്ന് അപ്ഗ്രേഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങളുടെ മക്കൾ ഒരു വിശുദ്ധമായ തലമുറയായിട്ട് മാറും. നമുക്ക് ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ മക്കളെയൊക്കെ സമർപ്പിച്ച്, കർത്താവായ ഈശോയെ ഈ കുടുംബത്തെ മുഴുവൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മാതാപിതാക്കളെ ഒന്ന് മക്കളെയൊക്കെ ഒന്ന് ചേർത്ത് പിടിച്ചേ തമ്പുരാനെ, അവർ വിശുദ്ധിയിൽ വരാൻ ഇവരെ സഹായിക്കണമേ. ഞങ്ങളുടെ മക്കൾ ബാല്യം മുതൽ ജ്ഞാനത്തിലും പ്രായത്തിലും വിശുദ്ധിയിലും വിജ്ഞാനത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും സംപ്രീതിയിൽ വളർന്നു വരട്ടെ. നന്ദി പറയുന്നു ഈ മക്കളെ ഓർത്ത്. തമ്പുരാനെ, ഞങ്ങളുടെ മാതൃക കൊണ്ടൊക്കെ ഈ മക്കൾക്ക് വിശ്വാസം കൊടുക്കാൻ പറ്റാതെ പോയ എല്ലാ അവസരങ്ങളും ഓർത്ത് മാപ്പ് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. കൂടുതൽ കരുതലോടെ ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. കൂടുതൽ നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളാവാൻ, മക്കളെ കരങ്ങളിലെടുത്ത് ദൈവനാമത്തിൽ അനുഗ്രഹിക്കുന്ന മക്കളാവാൻ, ദിവസം മുഴുവൻ മക്കൾക്ക് വിശുദ്ധിയുടെ കഥകൾ, വിശുദ്ധിയുടെ നന്മയുടെ ദൈവത്തെ പരിചയപ്പെടുത്തി കൊടുക്കുന്നവരാകുവാൻ ഞങ്ങളെ സഹായിക്കണമേ. പ്രത്യേകിച്ച് ഒരല്പം കൂടി ബോധപൂർവ്വം ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. യൗസപിതാവിനെയും മാതാവിനെയും പോലെ മാതൃകാപരമായിട്ട് ജീവിക്കാൻ, ആത്മീയ കാര്യങ്ങൾ ഒരല്പം കൂടി ശ്രദ്ധ വയ്ക്കാൻ, കുറേ കൂടി തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിക്കാൻ, മുടങ്ങിപ്പോയ ഞങ്ങളുടെ കുടുംബ പ്രാർത്ഥനകളൊക്കെ ഒന്ന് എല്ലാം കൃത്യമാക്കാൻ, വചനം, ജപമാല, വിശുദ്ധ ബലി, ഇതെല്ലാം തമ്പുരാനെ അനുദിനം ഞങ്ങൾക്ക് ഒരുമിച്ച് കുടുംബം ഒത്തിച്ച് നടത്താനുള്ള കൃപയൊക്കെ ഞങ്ങൾക്ക് തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാ നിസ്സഹായാവസ്ഥകളെയും അങ്ങയുടെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കരുണയോടെ നോക്കണമേ. പരിശുദ്ധ അമ്മേ മാതാവേ, അമ്മ നസ്രത്തെ തിരുക്കുടുംബത്തെ ദൈവഹിതമനുസരിച്ച് വളർത്തിക്കൊണ്ടുവന്നതുപോലെ ഞങ്ങളുടെ കുടുംബത്തെയും ദൈവഹിതമനുസരിച്ച് വളരാൻ സഹായിക്കണമേ. നമുക്കൊന്ന് ചേർന്ന് ഈശോമിശിഹായുടെ ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും സ്വർഗം മുഴുവൻ്റെയും മാധ്യസ്ഥവും സംരക്ഷണം ഉണ്ടാവട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും.
ആമേൻ. ആമേൻ. താങ്ക് യു അച്ഛ. താങ്ക് യു അച്ഛാ. അച്ഛൻ ശരിക്കും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് വേറൊരു വ്യത്യസ്തമായ രീതിയിൽ ഈ ടോപ്പിക്ക് പ്രസന്റ് ചെയ്യുകയുണ്ടായി. ഈ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻസോ ഡൗട്ട്സോ നിങ്ങൾക്കുണ്ടെങ്കിൽ ഏഞ്ചൽ സാമിയുടെ ഓഫീസ് നമ്പറുമായി ബന്ധപ്പെടേണ്ട നമ്പർ 0484-255-9313 അല്ലെങ്കിൽ ഡ്രോപ്പ് us your mail at info@angelsami.in. വിശുദ്ധ വീതിയുടെ മറ്റൊരു എപ്പിസോഡിനായി നമ്മൾക്ക് കാത്തിരിക്കാം. അൺടിൽ ദെൻ ഗുഡ് ബൈ. താങ്ക് യു ചേട്ടാ. താങ്ക് യു ചേച്ചി.